നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കിടക്കുന്നേ ഉള്ളൂ. ഇതിനാണോ അച്ചോ സഭ ചെല്ലും ചെലവും തന്ന് അച്ഛൻ ഈ കുപ്പായ അണിച്ച് വിട്ടേക്കുന്നെ? ഈ സഭ എന്ന് പറയുമ്പോഴേ തന്റെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. എന്റെ കുടുംബസ്വത്തല്ലെങ്കിലും നമ്മൾ നസ്രാണികളുടെ പൊതു സ്വത്താ. അച്ഛൻ കണ്ടും കേട്ടും കളിച്ച അച്ഛന് കൊള്ളാം. ഓ അത് ശരി, ഭീഷണിയായിരിക്കും. ആണെന്ന് തന്നെ വെച്ചോ. അച്ഛൻ അറിയത്തില്ല നേരെ ചൊവ്വെ ഈ ലൂയിസ് പഞ്ഞിക്കാരനെ. ഈ കുപ്പായം കാണുമ്പോ മുട്ടുവിറയ്ക്കുന്ന കുഞ്ഞാടുകളെ മാത്രമേ അച്ഛൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഹൈറേഞ്ചിൽ വന്നൊന്ന് അന്വേഷിച്ചാൽ അറിയാം പഞ്ഞിക്കാരന്മാരുടെ ഒരു സെറ്റപ്പ്. അച്ചോ, ഞങ്ങൾക്ക് പൂത്തകാശും എസ്റ്റേറ്റും മാത്രമല്ല, കുടുംബത്തിൽ 5-6 രമ്പാച്ചന്മാരും 1-2 ബിഷപ്പ് തിരുമേനിമാരും ഉണ്ട്. പോരാത്തതിന് ഹൈറേഞ്ച് ഭരിക്കുന്ന ഹരിത കോൺഗ്രസ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ മാത്യു വർഗീസ് എന്റെ അപ്പന്റെ ശേഷക്കാരനാണ്. ഞാൻ പറഞ്ഞ മാത്യു ചായന അച്ഛനെ നല്ല അച്ഛന്റെ അച്ഛനെ ഇരുചെവി അറിയാതെ കൈകാര്യം ചെയ്തളയും. തെമ്മാടിത്തരം പറയുന്നോടാ. കൈ പുത്തനും ഏതോ രാഷ്ട്രീയക്കാരന്റെ പിൻബലവും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരോടും കയറി കളിക്കാമെന്നാണോ എന്റെ വിചാരം? നീ എന്നാടാ അതിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ കുപ്പായം താഴ്ത്തിയിടാൻ മാത്രമല്ല, വേണ്ടി വന്നാ മടക്കി കുത്താനും അറിയാവടാ. നീ പറഞ്ഞില്ലേ ഹൈറേഞ്ച് വന്ന് അന്വേഷിച്ച നീ ആരാണെന്ന് മനസ്സിലാവുമെന്ന്. അതേ ഹൈറേഞ്ചിൽ പോയി നീ വളഞ്ഞു വെട്ടത്തച്ഛൻ ആരാണെന്ന് ചോദിച്ചാ പറഞ്ഞു തരാൻ ഒരു 100 പേരുണ്ടാവും. നിന്റെ കഥ പറയുമ്പോ